സംസ്ഥാന ബജറ്റുമായ വാർത്തകളുടെ തുടർച്ചയാണ്. സംസ്ഥാന ബജറ്റിൽ CPI മന്ത്രിമാർക്ക് അതൃപ്തി. ഭക്ഷ്യ, സിവിൽ സപ്ലൈസ്, മൃഗസംരക്ഷണം, റവന്യൂ എന്നീ വകുപ്പുകൾക്കുള്ള വിഹിതം കുറഞ്ഞുപോയി എന്നതാണ് മന്ത്രിമാർ ഉന്നയിക്കുന്ന പ്രധാന ആക്ഷേപം. വിപണി ഇടപെടലിന് പണം അനുവദിക്കാത്തതിലും സപ്ലൈകോയുടെ കുടിശ്ശിക തീർക്കുന്നതിനെക്കുറിച്ചും ബജറ്റിൽ പ്രഖ്യാപനങ്ങളില്ല എന്നും മന്ത്രി GR അനിൽ ചൂണ്ടിക്കാട്ടി. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ആണ് ചേരുന്നത്. അരുൺ, പൊതുവെ സാധാരണക്കാർക്ക് സമ്മർദ്ദം ഉണ്ടാക്കുന്ന പ്രഖ്യാപനങ്ങൾ ഒന്നുമില്ല, അങ്ങനെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് കൃത്യമായ വിഹിതം നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആക്ഷേപമായി ഉന്നയിക്കുന്നത്. അത് CPI മന്ത്രിമാരുടെ പൊതുവായ അഭിപ്രായമാണോ? അഭിലാഷ്, 4 മന്ത്രിമാരാണ് CPIക്കുള്ളത്. അതിൽ 3 മന്ത്രിമാർക്കും ഈ ബജറ്റിൽ തങ്ങളുടെ വകുപ്പുകൾക്ക് നീക്കിവെച്ച വിഹിതത്തിൽ അതിലുണ്ടായ അവഗണനയിൽ കടുത്ത അമർഷമുണ്ട്. പക്ഷേ അവരാരും ഇതുവരെ ഇത് പരസ്യമായി പ്രകടിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. ഓരോ ഹെഡായിട്ട്, അതായത് വ്യവസായം, സ്റ്റാർട്ടപ്പ് മിഷൻ, മത്സ്യബന്ധനം, ഗ്രാമവികസനം, സഹകരണം തുടങ്ങി ഓരോ വകുപ്പുകളുടെയും കാര്യം കൃത്യമായി ഓരോ ഹെഡിൽ എടുത്തു പറഞ്ഞുകൊണ്ട് ഈ ബജറ്റിൽ ആമുഖത്തിൽ പറയുന്നു. പിന്നീട് അതിന് വിശദീകരണത്തിലേക്ക് കടക്കുന്നുണ്ട്. അതിൽ CPI വകുപ്പുകളിൽ നിന്ന് വന്നത് കൃഷി മാത്രമാണ്. P പ്രസാദിന്റെ കൃഷി വകുപ്പ് മാത്രമാണ്. അതിനാണ് ഒരു പ്രത്യേക ഹെഡിങ്ങിൽ അനുവദിച്ചുകൊണ്ട് ഇതിൽ ബജറ്റ് വിഹിതം നീക്കിവെച്ചത്. മറ്റു പ്രധാനപ്പെട്ട 3 വകുപ്പുകൾ, അത് റവന്യൂ മന്ത്രി, മന്ത്രിസഭയിലെ രണ്ടാമനാണ്, അത്തരത്തിൽ CPIയുടെ മന്ത്രിയാണ്. മുഖ്യമന്ത്രി കഴിഞ്ഞാൽ അടുത്ത രണ്ടാമത്തെ മന്ത്രി തരത്തിൽ ആ രീതിയിൽ കണക്കാക്കപ്പെടുന്ന ആളാണ് റവന്യൂ മന്ത്രി. CPIയുടെ നിയമസഭാ കക്ഷി നേതാവാണ്. റവന്യൂ മന്ത്രിയുടെ വകുപ്പിന് 2 പ്രധാനപ്പെട്ട 3 വകുപ്പുകൾ, അതിൽ കഴിഞ്ഞ തവണ അനുവദിച്ചിട്ടുള്ള 1 കോടി രൂപ കുറവാണ് ഇത്തവണ അദ്ദേഹത്തിന്റെ 3 വകുപ്പുകൾക്കുമായി, റവന്യൂവും അതുപോലെ തന്നെ ഹൗസിംഗ് ഉൾപ്പെടെയുള്ള സർവേ ഉൾപ്പെടെ വകുപ്പുകൾക്കായി കഴിഞ്ഞ തവണ അനുവദിച്ചിട്ട് 1 കോടി രൂപ കുറവാണ് ഇത്തവണ അനുവദിച്ചത്. സിവിൽ സപ്ലൈസ് വകുപ്പ്, ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിലിന് കടുത്ത അതൃപ്തിയുണ്ട്. അദ്ദേഹത്തിന്റെ വകുപ്പിന് ഈ സപ്ലൈകോ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നു. കർഷകരുടെ കുടിശ്ശിക കൊടുത്തു തീർക്കാനുണ്ട്. ആ വിഷയത്തിലൊക്കെ പ്രശ്നങ്ങളുള്ളപ്പോഴും, സിവിൽ സപ്ലൈസിന്റെ കുടിശ്ശിക കൊടുത്ത വിഷയങ്ങളുള്ളപ്പോഴും കൃത്യമായ ഒരു വിഹിതം, ഒരു തലക്കെട്ട് പോലും ഇടാതെ കാര്യമായി നൽകിയില്ല എന്ന ഒരു കടുത്ത അതൃപ്തി GR അനിലിനുണ്ട്. അതുപോലെ തന്നെയാണ് മന്ത്രി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചു റാണിക്കും. ഈ 3 മന്ത്രിമാർക്കാണ് CPI മന്ത്രിമാരിൽ കൃത്യമായ പരിഗണന ബജറ്റ് കിട്ടാതെ പോയെന്ന പരാതിയുള്ളത്, അതൃപ്തിയുള്ളത്, അമർഷമുള്ളത്. പക്ഷേ അവരാരും ഇതുവരെ ഇത് പരസ്യമായി പ്രകടിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. എന്നാൽ അങ്ങനെ ആകില്ല കാര്യങ്ങൾ. മുഖ്യമന്ത്രിയെ ഒരുപക്ഷെ നേരിട്ട് കണ്ടോ അല്ലെങ്കിൽ കത്തിലൂടെയോ ഈ മന്ത്രിമാർ തങ്ങളുടെ അതൃപ്തി മുഖ്യമന്ത്രിയും ധനമന്ത്രിയും അറിയിക്കും. ഇതുവരെ അത്തരത്തിൽ അറിയിക്കാൻ തീരുമാനമെടുത്തിട്ടുള്ള മന്ത്രിമാരോട് നമ്മൾ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ ബജറ്റ് ചർച്ച നടക്കാനുണ്ട്. ആ ചർച്ചയുടെ വേളയിൽ തങ്ങളുടെ വകുപ്പുകളുടെ കാര്യങ്ങൾ, അവിടെ കുറവ് വന്ന കാര്യം ധനമന്ത്രിയെ ബോധ്യപ്പെടുത്തും, മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തും. അങ്ങനെ കൂടുതൽ വിഹിതം വാങ്ങിയെടുക്കാമെന്ന പ്രതീക്ഷയാണ് മന്ത്രിമാർ പങ്കുവയ്ക്കുന്നത്. പക്ഷേ വസ്തുത എന്തെന്ന് വെച്ചാൽ കൃത്യമായ അതൃപ്തി, അമർഷവും ഇവർക്കുണ്ട്. അത് ഒരു മുന്നണി മര്യാദയുടെ ഭാഗമെന്ന നിലയിലോ അല്ലെങ്കിൽ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം എന്ന നിലയിലോ ഒക്കെ അവർ പരസ്യമായി പ്രകടിപ്പിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ CPI നേതൃത്വം ഈ വിഷയത്തിൽ കുറച്ചുകൂടി കടുത്ത നിലപാട് എടുത്തേക്കും. അവർ പ്രതികരണത്തിനും തയ്യാറായിരിക്കും. അപ്പോഴും അരുൺ, ഈ മുന്നണി സംവിധാനത്തിൽ നിൽക്കുന്നു. ഇന്നലെ ബജറ്റ് അവതരണത്തിന് തൊട്ടു പിന്നാലെയായിരുന്നല്ലോ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടത്. പ്രതിപക്ഷം വലിയ വിമർശനമാണ് ബജറ്റുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നതെല്ലാം. സ്വാഭാവികമായും ഈ അതിർത്തിയുണ്ട് എന്ന് പറയുമ്പോൾ പോലും അത് കാര്യമായി പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് കൂടി ഒരു ആയുധമായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നത്, അതുകൊണ്ട് തന്നെ ഈ വിഷയം മറ്റൊരു തരത്തിൽ, അതായത് വലിയ പ്രതികരണങ്ങളിലേക്ക് പോകാതെ തന്നെ പരിഹരിക്കപ്പെടുവാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? അങ്ങനെ പരിഹരിക്കാനാകും. സ്വാഭാവികമായി മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ ശ്രദ്ധിക്കുക. പക്ഷെ പ്രതിപക്ഷം ഇതൊരു വിഷയമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരും. പ്രതിപക്ഷത്തെ ബജറ്റ് ചർച്ചയിൽ സംസാരിക്കുന്ന ആളുകളൊക്കെ ഒരു പക്ഷേ വിഷയം സഭയിൽ ചർച്ചാവേളയിൽ ഉന്നയിക്കും. എന്നാൽ അതൊരു സാങ്കേതിക പ്രശ്നമോ അല്ലെങ്കിൽ ഇത് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് തന്നെ പൂർണ്ണമാകുന്നില്ല. ബജറ്റ് ചർച്ച നടക്കാറുണ്ട്. എപ്പോഴും അത്തരത്തിൽ ഈ ബജറ്റിൽ അനുവദിക്കാത്ത വിഹിതമൊക്കെ ചർച്ചാവേളയിൽ വകുപ്പ് മന്ത്രിമാരോ അല്ലെങ്കിൽ MLA മാരോ ഒക്കെ ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും പിന്നീട് അനുവദിക്കുന്നത് കീഴ്വഴക്കമാണ്. അത്തരം കാര്യങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു അതിലൂടെ ഈ പ്രശ്നങ്ങൾ, ഈ 3 വകുപ്പുകളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആകും സർക്കാരിന്റെ ശ്രമം. പക്ഷേ ഇത്തരത്തിലൊരു അതൃപ്തി അവർക്കുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ രീതിയിലുള്ള പരിഗണന ഈ 3 വകുപ്പുകൾക്കും ലഭിച്ചിട്ടില്ല. കായിക ഉൾപ്പെടെ വകുപ്പുകൾ പോലും കൃത്യമായി ഓരോ തലക്കെട്ടിട്ടുകൊണ്ട് തന്നെ ഇതിൽ തുക അനുവദിക്കുമ്പോൾ അത്തരത്തിലൊരു നടപടി കൃഷി വകുപ്പിനെ മാറ്റി നിർത്തിയാണ് CPI മന്ത്രിമാരുടെ മറ്റു വകുപ്പുകൾക്കൊന്നും ലഭിച്ചില്ല എന്ന പരാതിയാണ് മന്ത്രിമാർ ഉന്നയിക്കുന്നത്. കൃഷി വകുപ്പിന് കാര്യമായി കൃത്യമായ പരിഗണന ഇതിൽ ലഭിച്ചിട്ടുമുണ്ട്.
അത് വളരെ വ്യക്തമായി തന്നെ മന്ത്രിമാർ പറയുന്നു. നിരവധി പദ്ധതികൾ കൃഷിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മറ്റു വകുപ്പുകൾക്ക് ആ രീതിയിലുള്ള പരിഗണന ലഭിച്ചില്ല. മൃഗസംരക്ഷണം ഒരു തലക്കെട്ടിൽ പറയുന്നുണ്ടെങ്കിലും മൃഗസംരക്ഷണ ക്ഷീരവികസനവും ഒക്കെ അത് കാര്യമായ പരിഗണന, അവർ ഉദ്ദേശിച്ച പരിഗണന ലഭിച്ചില്ല എന്ന പരാതിയാണ് ആ വകുപ്പിന്റെ മന്ത്രിക്കും ഉള്ളത്. അതാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ്, മൃഗസംരക്ഷണ, റവന്യൂ ഉൾപ്പെടെയുള്ള വകുപ്പുകൾക്ക് കാര്യമായ വിഹിതം നൽകിയിട്ടില്ല എന്നാണ് CPI മന്ത്രിമാരുടെ ആക്ഷേപം. ആ ആക്ഷേപം തീർച്ചയായും അറിയിക്കുക തന്നെ ചെയ്യും. അതോടൊപ്പം ബജറ്റിന്മേലുള്ള ചർച്ച നടക്കാനിരിക്കുന്നതേയുള്ളൂ. ആ ചർച്ചയ്ക്ക് ശേഷം ആയിരിക്കും കൂടുതൽ വിഹിതം ഒക്കെ നൽകുക. അങ്ങനെ ഈ വിഷയം പരിഹരിക്കപ്പെടുവാനുള്ള സാധ്യതയാണ് കാണുന്നത്.